നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇന്ന് കേരളമാകെ ചർച്ച ചെയ്യുന്നത് രണ്ട് കരച്ചിലുകളാണ്. കരച്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അലറി വിളിച്ചുള്ള കരച്ചിൽ. അതായത് സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ ഓരോ നേതാക്കന്മാർക്കും വികാരം ഇങ്ങനെ തിരതള്ളി വരുന്ന ഒരവസ്ഥ. വികാര വിക്ഷോഭം അടക്കി പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല. അവർ നൽകിയ വാത്സല്യത്തെ ഓർത്ത്, അവർ നൽകിയ സ്നേഹത്തെ ഓർത്ത്, അവർ ഒരുപക്ഷെ ചേർത്ത് പിടിച്ചതിനെക്കുറിച്ച് ഓർത്ത് എല്ലാവരും അങ്ങ് കണ്ണ് നിറയുന്ന ഒരവസ്ഥയാണ്. അതേസമയം മറ്റൊരു വശത്ത് സ്വന്തം മണ്ഡലത്തിലേക്ക് തൻ്റെ ഇടത്തോടെ ഇറങ്ങിച്ചെന്ന് നട്ടലുള്ള ഒന്നാന്തരം ഒരു നേതാവ് കൂടിയുണ്ട്. അവരുടെ MLA യും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ. അദ്ദേഹത്തിന് ജനങ്ങളോട് സംസാരിക്കാനുള്ളത് കരച്ചിലും കണ്ണീരുമൊന്നുമല്ല. അദ്ദേഹത്തിന് സംസാരിക്കാനുള്ളത് ഇതുവരെ കേരളത്തിൽ താൻ വരുത്തിവെച്ച വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് മാത്രമാണ്. ഒരു വികസന മുന്നേറ്റത്തെക്കുറിച്ച് മാത്രമാണ് ആ ജനങ്ങളോട് ആ മുഖ്യമന്ത്രിക്ക് സംവദിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് പുതിയ ഈ കരച്ചിലുകൾ? നമ്മൾ നോക്കി, VD സതീശൻ പറവൂരിൽ പൊതുയുഗയാത്ര എത്തുന്നു. VD സതീശൻ വേദിയിലേക്ക് കയറുന്നു. ആ ഓഡിറ്റോറിയത്തിലേക്ക് കയറുമ്പോൾ തന്നെ തൻ്റെ കണ്ണ് നിറഞ്ഞു തുളുമ്പുകയാണ് എന്നാണ് പറഞ്ഞത്. എന്തൊക്കെ ഓർത്തിട്ടായിരിക്കാം? അവിടുത്തെ പറവൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ആ നിയോജക മണ്ഡലത്തിലെ വോട്ട് ചെയ്ത ജനങ്ങൾ അദ്ദേഹത്തോട് കാണിച്ച അല്ലെങ്കിൽ ഇതുവരെ എന്തൊരു വാത്സല്യമാണ് അവരെനിക്ക് പകർന്നു നൽകിയത്, എന്തൊരു സ്നേഹമാണ്. ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ ശ്വാസം മുട്ട് അനുഭവിക്കും എന്നാണ് പറയുന്നത്. കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ ശ്വാസം മുട്ട് അനുഭവിക്കും എന്ന് വെച്ചാൽ മറ്റൊരു മണ്ഡലത്തിൽ പോയി നിന്നാലും VD സതീശന് അങ്ങനെ ഒരു അവസ്ഥയാണ്. കാര്യം ജയിക്കാൻ വലിയ പാടായിരിക്കും. എന്നും കൊന്നും പറ്റിക്കാൻ കഴിയുന്നത് ഈ പാവം പിടിച്ച പറവൂരുകാരെയാണ് എന്നാണ് ചുരുക്കി പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനെ കണ്ണീരിൽ പൊതിഞ്ഞ് പറഞ്ഞു എന്ന് കരുതിയിട്ട് സത്യം സത്യമല്ലാതെ ആകുന്നില്ലല്ലോ. കണ്ണീരിൽ പൊതിഞ്ഞാണ് പറയുന്നത്. ഇവർക്ക് എന്നോട് തോന്നിയ വാത്സല്യം, അതാണ് എൻ്റെ ഊർജം എന്നാണ് പറയുന്നത്. മറ്റൊരിടത്ത് ഇതേ വാചകങ്ങൾ ചെറിയ മാറ്റങ്ങളോട് കൂടി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ ഈ വാത്സല്യം ആ വാക്കുണ്ട്, എൻ്റെ കടമ ആ വാക്കുണ്ട്, എന്നോട് സ്നേഹം ആ വാക്കുണ്ട്, ഇത്തരം വാക്കുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ രമേശ് ചെന്നിത്തലയ്ക്കും ആ രീതിയിൽ പ്രസംഗിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് തൻ്റെ മണ്ഡലങ്ങളിൽ പോയി നിന്നുകൊണ്ട് കണ്ണീരിൽ കുതിർന്ന കഥ പറയുന്നതിൻ്റെ കാരണം എന്താണ്? അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കനകോലു എന്ന് പറയുന്ന മാമൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരിടത്തേക്ക് പോവുക, കാര്യം നുണ പറഞ്ഞിട്ട് യേശുന്നില്ല, സത്യവിരുദ്ധത പ്രചരിപ്പിച്ചിട്ട് എങ്ങും യേശുന്നില്ല. ഈ CPMകാരെ അല്ലെങ്കിൽ LDF സർക്കാരിലെ ഓരോ മന്ത്രിമാരെക്കുറിച്ചും ഒരു അഴിമതി കഥകളും പറയാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ അഴിമതി കഥകൾ പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വാദിച്ച് ജയിക്കാനോ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനോ പരാജയപ്പെട്ടിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് എങ്ങും എത്താതെ ഒരിടത്ത് നിൽക്കുകയും ചെയ്യുന്നു. അതിൽ ഇപ്പോൾ UDF കുറ്റക്കാരാകുമോ LDF കുറ്റക്കാരാകുമോ എന്നുള്ള കാര്യത്തിൽ പിന്നീട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്നും കൊന്നും ശബരിമല എന്ന് പറയുന്ന ഒന്നിനെ മുന്നോട്ടിട്ട് ഓടിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതവിടെ പാതി വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് എല്ലാ കാലവും ശബരിമല ഈ പറയുന്ന പോലെ ശബരിമലയിൽ മണ്ഡലകാലം വരുന്നത് പോലെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ശബരിമല ഉപയോഗിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇവർക്കെതിരായി LDF സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന യാതൊരു തെളിവുകളും കൃത്യമായി ഹാജരാക്കാൻ എന്തുകൊണ്ടാണ് ഇവർക്ക് കഴിയാതെ പോകുന്നത്, UDFകാർക്ക്? അപ്പോൾ അതൊരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ അഴിമതികളില്ലാത്ത ഒരു 10 വർഷം കടന്നു പോകുമ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെയേ ഉള്ളൂ മാർഗം. നിങ്ങൾ പോവുക, നിങ്ങളുടെ മണ്ഡലങ്ങളിൽ പോയി നിന്നുകൊണ്ട് ആ മണ്ഡലത്തിലെ നിവാസികളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വോട്ടർമാരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ കണ്ഠമിടറി കണ്ണുകൾ എങ്ങനെയെങ്കിലും ഗ്ലിസറിനോ മറ്റെന്ത് കുന്തമെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾ നിറച്ചുകൊണ്ട് അവിടെ നിന്ന് പ്രസംഗിക്കുക. ആ പ്രസംഗം കേൾക്കുമ്പോൾ ഒരു സെൻറ്റിമെൻ്റൽ ഉണ്ടാവും, ഒരു സെൻറ്റിമെൻറ്റ്സ് അപ്രോച്ച് അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് ആ ജനങ്ങൾക്ക് അപ്പോൾ തോന്നും, അയ്യോ എന്തൊരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ് അത് എന്ന് ആലോചിച്ച് നോക്കി. ആ VD സതീശൻ നമ്മളെ ഓർത്ത് കരയുകയാണ്. നമ്മളെ പിരിഞ്ഞുള്ള ജീവിതം അദ്ദേഹത്തിന് പറ്റുന്നില്ല. കരയിൽ പിടിച്ചിട്ട് മീനെ പോലെ കിടക്കുകയായിരിക്കും VD സതീശൻ. അപ്പോൾ അങ്ങനെ ആ ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു വിഷമ സന്ധിയിലേക്ക് അവരെ കൊണ്ട് തള്ളിയിടുന്നു. അങ്ങനെ വിഷമിച്ച് വിഷണ്ണരായി സതീശനോട് തോന്നുന്ന സഹതാപവും അനുതാപവും എല്ലാം കൂടെ കൂടിക്കലർന്ന ഒരു വികാരം അത് വോട്ടുകളായി മാറും. ഇങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങൾ കനകുലു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ കനകുലുവിൻ്റെ അത്തരം വാക്കുകൾ കേട്ടിട്ടായിരിക്കാം VD സതീശൻ ഗ്ലിസറിനൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചുകൊണ്ട് വന്നിട്ട് ഇത്തര വികാരനിർഭരമായ വാക്കുകൾ പറയുന്നത് എന്ന് നമുക്കറിയാം. ഇതേ VD സതീശൻ തന്നെ പണ്ട് ഈ ജയിലിൻ്റെ ഇതിലിരുന്ന സമയത്ത് സാബിറ ബീവി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ വളരെ വിഷമത്തോടു കൂടി ആ ജയിൽ വളപ്പിലേക്ക് എത്തുന്നു. ആ സമയത്ത് VD സതീശൻ അന്ന് MLA ആണ്.
ഭരണകക്ഷി MLA ആണ്. വി ഡി സതീശൻ നടന്നു വരുന്ന വഴിയിലേക്ക് ഇവർ കൈകൾ നീട്ടിക്കൊണ്ട് ഇങ്ങനെ അവരുടെ മുന്നിലേക്ക്, ഈ സതീശൻ്റെ മുന്നിലേക്ക് പോവുകയും സതീശൻ്റെ മുന്നിൽ തന്നെ അവർ കുഴഞ്ഞ് തലകറങ്ങി വീഴുകയും ചെയ്യുന്നു. ആ തലകറങ്ങി വീഴുന്ന ആ സ്ത്രീയെ, സാബിറ ബീവി എന്നാണ് പേര്, ആ സ്ത്രീയെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ കടന്നു പോവുകയാണ്. എന്നിട്ട് പോലീസുകാരോട് ഇപ്പം കാണുന്ന അതേ സതീശൻ ധാർഷ്ട്യത്തോടു കൂടി ചോദിക്കുന്നു, ഇവരെയൊക്കെ ആരാ ഇങ്ങോട്ട് കയറ്റിവിടുന്നതെന്ന്. ഇതാണ് വി ഡി സതീശൻ്റെ ഒരു യഥാർത്ഥ മുഖം. നമുക്കറിയാം, പുത്തൻവേലിക്കര പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് ഇന്ന് വരെയായി പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത ഒരു MLA ആണ് കഴിഞ്ഞ ഒരു 25 വർഷക്കാലമായി, ഒരു 1/4 നൂറ്റാണ്ടായി ജനങ്ങൾ ജയിപ്പിച്ച് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ. അപ്പം ഇങ്ങനെയുള്ള ഒരു സതീശന് പിന്നെ എങ്ങനെയാണ് വോട്ട് പിടിക്കാൻ കഴിയുക? കരഞ്ഞുകൊണ്ടല്ലാതെ, ആ നാട്ടിലെ ജനങ്ങൾ നൽകിയ സ്നേഹത്തെ അനുസ്മരിച്ചുകൊണ്ടല്ലാതെ സതീശൻ എന്ന് പറയുന്ന ഒരാൾക്ക് അവിടെ വോട്ട് പിടിക്കാൻ കഴിയില്ലെന്നേ. അതിനും മാത്രമുള്ള നന്മയൊന്നും വി ഡി സതീശൻ എന്ന് പറയുന്നൊരു വ്യക്തി ചെയ്തിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. പിന്നെ രമേശ് ചെന്നിത്തല എന്താ ചെയ്തിട്ടുള്ളത്? രമേശ് ചെന്നിത്തല കഴിഞ്ഞ അദ്ദേഹത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഇവിടുത്തെ പോലീസ് സേനയെ ആധുനീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് അലോക്കേറ്റ് ചെയ്തു. ഏകദേശം 59 കോടി രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചത്. എന്നാൽ ഇത് വകമാറ്റി ചെലവഴിച്ചു. അതായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാറുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം ലാപ്ടോപ്പുകൾ, ഐപാഡുകൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം അന്ന് കട്ടുമുടിച്ചത് 13.71 കോടി രൂപയാണ്. ഏകദേശം 13.25 കോടി രൂപയോളം കട്ടുമുടിച്ച ഒരാളാണ് വി ഡി സതീശൻ. അല്ലെങ്കിൽ വകമാറ്റി ചെലവഴിച്ച ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ് വി ഡി സതീശൻ. ഇങ്ങനെ അക്കമിട്ട് പറയാൻ തെളിവുകളുണ്ട്. മറ്റുള്ള ഒരുപാട് നിരവധി നേതാക്കന്മാരെക്കുറിച്ചും, അടൂർ പ്രകാശ്, സന്തോഷ് മാധവന് പണ്ട് ഭൂമി വധിച്ചു കൊടുത്തതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ കിടക്കുന്നു ഇനിയും. അപ്പോൾ അങ്ങനെ രമേശ് ചെന്നിത്തല, അപ്പം ഈ പറയുന്ന 2 നേതാക്കന്മാർക്കും ഇനിയും കരഞ്ഞ് കാല് പിടിക്കുകയല്ലാതെ വോട്ടർമാരുടെ മുമ്പിൽ രക്ഷപ്പെടാൻ വേറെ യാതൊരു മാർഗവുമില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഇനിയും കരച്ചിലുകൾ പലതും പലയിടങ്ങളിലും കേൾക്കേണ്ടി വരും. പക്ഷേ നമ്മളൊന്ന് ഓർക്കണം, ഒരു ഇടതുപക്ഷ നേതാവിനും അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ MLAയ്ക്കും അവിടെ ചെന്ന് നിന്നുകൊണ്ട് സ്വന്തം മണ്ഡലത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഞാൻ ഇതൊക്കെ ഞാൻ നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, ഞാൻ നിങ്ങളെ പിരിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ നാട് വിട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ വീർപ്പുപുട്ടലോട് കൂടിയതായിരിക്കും എന്നൊക്കെ ഒരു ഇടതുപക്ഷ നേതാവിനും ഒരു ഇടതുപക്ഷ MLAയ്ക്കും ഒരിടത്തും പോയി ഇന്ന് കരഞ്ഞു പറയേണ്ട ഗതികേട് ഇന്ന് ഇല്ല. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ പല വികസന പ്രവർത്തനങ്ങളും നാന്ദി കുറിക്കുകയും അതോടൊപ്പം പല വികസന പ്രവർത്തനങ്ങളും കല്ലിട്ട് നിർത്തിയ വികസന പ്രവർത്തനങ്ങൾ മുൻപന്തിയിലേക്ക് എത്തിക്കാനും അത് യാഥാർത്ഥ്യമാക്കാനും ജനങ്ങൾക്ക് സമ്മാനിക്കാനും കഴിഞ്ഞത് ഒറ്റ സർക്കാരിന് മാത്രമാണ്. അത് ഈ കഴിഞ്ഞു പോയ 2 ഇടതുപക്ഷ സർക്കാരുകൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്കും നമ്മൾ ഉദാഹരണം ഇതിനു മുൻപ് തന്നെ ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് ധർമ്മടം മണ്ഡലത്തിൽ പോയി നിന്നുകൊണ്ട് ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല, എനിക്ക് ഇവിടെ കരയിൽ പിടിച്ചിട്ട് മീൻ പോലെയാവും ഞാൻ പുറത്തേക്ക് പോയി കഴിഞ്ഞാലെന്ന്. അതോടൊപ്പം തന്നെ ധർമ്മടം മണ്ഡലമല്ല വേറൊരു മണ്ഡലത്തിലേക്കാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ പരിഗണിക്കുന്നതെങ്കിൽ ആരും ചൂട്ടുകറ്റയും കൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ആർക്കും ഒരു വലിയ വിഭാഗം ജനത്തിന് ഈ പിണറായി വിജയൻ്റെ അവിടുത്തെ വീട്ടിൽ കയറി ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ വീടിൻ്റെ മുകളിൽ കയറി ഇരുന്നുകൊണ്ട് സമരം ചെയ്യേണ്ട ഗതികേടുമില്ല. അത്രയൊന്നും തരം താഴാൻ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതല്ലേ, ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ മത്സരിപ്പിക്കില്ല എന്ന് കേട്ടപ്പോൾ കുറേ ആൾക്കാർ ഉമ്മൻചാണ്ടിയുടെ വീടിന് മുകളിൽ കയറി സമരം ചെയ്തത്. അതിനുശേഷം ബിന്ദു കൃഷ്ണയ്ക്ക് കൊല്ലത്ത് സീറ്റ് കൊടുക്കില്ല എന്നറിഞ്ഞപ്പോൾ അതേ ടീം ഇവിടെ വന്ന് കൊല്ലത്ത് വന്ന് നാടകം കളിച്ചത് നമ്മൾ കണ്ടതല്ലേ. അപ്പം നാടകങ്ങൾ കൊണ്ടും കരച്ചിൽ കൊണ്ടും പിഴിച്ചിൽ കൊണ്ടും ഇത്തവണയെങ്കിലും നമ്മൾ വിചാരിച്ചിരുന്നു കരച്ചിലും പിഴിച്ചിലും മൂക്കുചീറ്റിലും ഒന്നും കാണേണ്ടി വരില്ല എന്ന്. പക്ഷേ ഇത്തവണയും അത് സംഭവിച്ചു. അന്ന് ബിന്ദു കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ട് ഒരു പറ്റം വില കൊടുത്തു കൊണ്ടുവന്ന കുറച്ചധികം ആൾക്കാരായിരുന്നുവെങ്കിൽ കെട്ടിപ്പിടിക്കലും ഉമ്മവെക്കലും ഒക്കെ നടത്തിയത്. ഇവിടെ മറിച്ച് നേതാക്കന്മാർ തന്നെ കരയുകയാണ്, വി ഡി സതീശൻ കരയുകയാണ്. ഇനി അതൊക്കെയുള്ളൂ മാർഗം, അല്ലാതെ വേറെ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല എന്നൊരു പക്ഷേ സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ഒരുമാതിരിപ്പെട്ട നേതാക്കന്മാർക്കൊക്കെ തോന്നിയിരിക്കണം. പിന്നെ ഇവിടെ ബാബു കാണിച്ചു തന്ന അതായത് ബാബു കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്. അങ്ങ് ഇതിൽ നിന്ന് രാജിവെച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ പിൻവലിയുന്നു എന്ന് പറയുന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു സെന്റിമെന്റൽ അപ്രോച്ചിന് വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങളാണ്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ബാബുവിനെ വാഴ്ത്തിപ്പാടും. അപ്പോൾ ബാബുവിനെ പാടുന്നവർ പാടിക്കൊണ്ടേയിരിക്കും. പക്ഷെ അപ്പോഴും കഴിഞ്ഞ ഭരണകാലത്ത് എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നടത്തിയ ഒരു വലിയ അഴിമതി കഥയുണ്ടായിരുന്നു. അതാണ് ബാർക്കോഴ വിവാദം. അതിനെക്കുറിച്ച് പക്ഷേ ആരും ചർച്ച ചെയ്യില്ല എന്നാണ് ബാബു കരുതിയെങ്കിൽ അവിടെയും തെറ്റുണ്ട്. ഈ പറയുന്ന പോലെ ബാബു എന്തിന് രാജിവെച്ചു എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ മുന്നിൽ ചില സംശയത്തിൻ്റെ മുനകളായി ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. കാര്യം ഇപ്പോഴും അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDയുടെ ഒരു വാൾ ഇപ്പോഴും ബാബുവിൻ്റെ തലയ്ക്ക് മുകളിലുണ്ട്. അപ്പോൾ ആരെ സഹായിക്കാനായിട്ടാണ് ബാബു ഇത്തരത്തിലുള്ളൊരു ത്യാഗം ചെയ്തത് എന്നുള്ളൊരു ചോദ്യവും നമ്മുടെ മുന്നിൽ ബാക്കിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.